ഒരു കാര്യം കൂടി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, അങ്ങ് ലീഡറിൻ്റെ കാലത്ത് മന്ത്രിയായിട്ടുണ്ട് 91-96. AK ആൻ്റണിയുടെ കാലത്ത് മന്ത്രിയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ മന്ത്രിസഭയിലും അങ്ങ് മന്ത്രിയായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ആരുടേതാണെന്ന് നമുക്ക് നിശ്ചയമില്ല. KC ആണോ, VD ആണോ, RC ആണോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കട്ടെ, UDF അതിന് പിന്തുണ കൊടുക്കട്ടെ. അപ്പോൾ ഈ 3 തവണയും മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ എന്താ പറയുക ഏറ്റവും മനോഹരമായ പ്രകടനമാണ് കണ്ടത്. ഇനി ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ 24 MLA-മാരെ സംഭാവന ചെയ്ത മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി പദത്തിന് ന്യായമായും രാഷ്ട്രീയ അവകാശമില്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥാനത്തിൻ്റെ കാര്യം വലിച്ചിട്ട് അത് ചർച്ചയാക്കുക എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതാണ് നേരത്തെ തന്നെ ഞങ്ങൾ ഇലക്ഷന്റെ മുമ്പ് പറഞ്ഞത്. അല്ല, ഇലക്ഷൻ കഴിഞ്ഞുല്ലോ, ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഇനി നമുക്ക് പറഞ്ഞുകൂടെ? ഇപ്പോഴും ഞങ്ങൾ പറയാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നാണ് ഇന്നലെ പോലും ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ചർച്ച കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ 4 മന്ത്രിമാരിലധികം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കാരണം 5 MLA-മാർ 50,000-ൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. 24 MLA-മാരുണ്ട് ലീഗിന്. അങ്ങടക്കം 85 മുതൽ 50,000-ത്തിനിടയിൽ 5 MLA-മാരാണ്. കോൺഗ്രസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ 5 MLA-മാരുള്ളത് ലീഗിനാണ്. ലീഗിനെ കാണേണ്ടത് MLA-മാരുടെ എണ്ണം നോക്കിയിട്ടല്ല. ഇപ്പോ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ജയിച്ചു വരുന്ന കോൺഗ്രസ് MLA-മാരിൽ, അതുപോലെ തന്നെ പോട്ടെ കോൺഗ്രസ് ജയിച്ച തളിപ്പറമ്പിൽ, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പോട്ടെ പാലക്കാട്, ഏത് നിയോജകമണ്ഡലം എടുത്താലും, തവനൂർ ഞാൻ പറഞ്ഞു, ഏതെടുത്താലും അധിക പഞ്ചായത്തും ഭരിക്കുന്നത് ഞങ്ങളാണ്. UDF ആണെങ്കിൽ അതിൽ ലീഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ലീഗ് ഒറ്റക്കുണ്ടാവും. അപ്പോൾ ഇത് ജയിപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്ര MLA-മാർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എത്ര ആളെ ജയിപ്പിക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. 27-22 ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്, ശക്തിയെക്കുറിച്ച് നല്ല ബോധമുണ്ട്. പക്ഷെ ശക്തിക്കനുസരിച്ച് ഞങ്ങൾക്ക് സീറ്റിന്റെ എണ്ണോ പദവിയുടെ എണ്ണോ കാലാകാലങ്ങളിൽ കിട്ടാറില്ല. കിട്ടാത്തതിന് ഞങ്ങൾ പരാതിപ്പെടാറുമില്ല. അത് ശരിയാണ്. അതാണ് വസ്തുത. അത് ഞാൻ പറഞ്ഞത് മാറുന്നൊരു കാലമാണ്. അപ്പോൾ മൈനോറിറ്റി രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയം കൈയൊഴിയുന്നു എന്നൊരു പ്രതീതി ഉള്ളപ്പോൾ നമ്മളൊരു നല്ലൊരു പൊളിറ്റിക്കൽ മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? ഇതാ ഇവിടെ ഒരു സംസ്ഥാനമുണ്ട്, അവിടെ മുസ്ലിം ലീഗിൽ നിന്ന് മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ഈ സർക്കാരിൽ ഇത്രത്തോളം ഉണ്ട് എന്നൊരു പോസിറ്റീവ് മെസ്സേജ് ആയിരിക്കില്ലേ 4-ൽ കൂടുതൽ മന്ത്രിമാർ വന്നാലും? അതൊരു ദോഷമായി വരില്ലല്ലോ. BJP ഇത് മുതലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് അവർ രാഷ്ട്രീയമായ പ്രചരണമാക്കി മാറ്റും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അതല്ലേ? അതൊക്കെ ഞങ്ങളൊരു സൗഹൃദാന്തരീക്ഷത്തിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമായതുകൊണ്ട് അത്തരം ഒരു പൊതു ചർച്ച ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സൗഹൃദാന്തരീക്ഷത്തിൽ തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, UDF-ന് ലീഗിനും ഉണ്ടാകുമല്ലോ ഒരു സേ. അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെങ്കിലും ലീഗ് കൂടി ആയിരിക്കുമോ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക? കോൺഗ്രസ് അല്ലേ ഇപ്പൊ മുന്നണിയെ നയിക്കുന്ന കക്ഷി, അവരെന്താ ചെയ്യുന്നത് നോക്കാൻ. ലീഗിനൊരു അഭിപ്രായം ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോ ഓരോ പാർട്ടിയും അവരവരുടെ സ്റ്റോക്കെടുപ്പ് നടത്തുകയാണ്, എന്നിട്ട് യോഗം കൂടുകയാണ്. അപ്പോൾ UDF നയിക്കുന്ന കക്ഷി എന്താ ചെയ്യുന്നത് നോക്കലാണ് ഇപ്പോ നല്ലത്. അത് അവർ നോക്കട്ടെ, നമുക്ക് പറയാം. എനിക്ക് 2 ചെറിയ ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ലീഗിൽ നിന്ന് ഒരു വനിതാ മന്ത്രി വരാനുള്ള സാധ്യതയുണ്ടോ? എനിക്കിപ്പോ പറയാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള അധികാരം ഞങ്ങളെ സിസ്റ്റം പ്രകാരം പാർട്ടി പ്രസിഡന്റ് തങ്ങൾക്കാണ്. നിങ്ങൾക്ക് അത് പറയാൻ കഴിയുള്ളൂ. പാർട്ടി ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം പറയും. ഒരു കാര്യം കൂടി, അങ്ങ് 82-ലാണല്ലോ മലപ്പുറത്തിന്റെ നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. അല്ല, 82-ന് മുൻപാണ്, 27-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷമാണ് നിയമസഭയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു വൃത്തം ഇങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞു അല്ലേ? ഇതിലേറ്റവും വെല്ലുവിളി നിറഞ്ഞ നിമിഷം ഏതായിരുന്നു? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നിമിഷമായിട്ട് ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തിൽ കണക്കാക്കുന്നത് ആ ബാബരി മസ്ജിദ് തകർത്ത ആ കാലഘട്ടമാണ്. അതൊരു ടെസ്റ്റ് ടൈമായിരുന്നു, വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അന്ന് ശാബ്ദങ്ങളുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം തരണം ചെയ്തതാണ്
എനിക്ക് ഒരു അവസരത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതായി. ഞാൻ ആലപ്പുഴയിൽ ലജ്നത്ത് ഗ്രൗണ്ടിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ നിന്നത് വലിയ കല്ലേറിൻ്റെ നടുവിലാണ്. അത്രയ്ക്ക് പിന്നെ ജനങ്ങൾ, പ്രത്യേകിച്ച് മൈനോറിറ്റി കമ്മ്യൂണിറ്റി വൃണഹൃദയരായ ആ കാലഘട്ടത്തിൽ മതേതരത്വം പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ട പാട് ചെറുതല്ല. പാർട്ടിയെ തോറ്റു, പാർട്ടിയെ തകർന്നു. അതാണ് ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ ഓർക്കപ്പെടുന്നത്. അന്നാണ് എല്ലാവരും കൂടി അറ്റാക്ക്. ലീഗ് എന്നൊരു വിഭാഗം പോയി, മാത്രമല്ല വേറൊരു തീവ്ര വിഭാഗം വളർന്നു വന്ന് എല്ലാവരോടും കൂടി ഭയങ്കര അറ്റാക്ക്. ആ ഘട്ടം തരണം ചെയ്തതാണ് ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ആയി കണക്കാക്കുന്നത്. അല്ലാതെ ഇലക്ഷൻ ജയം പരാജയമൊക്കെ ഉണ്ടായി അതല്ല. അതാണ് ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് ടൈമായി ഞാൻ കണ്ടത്. ഓക്കെ, താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാവിധ അഭിനന്ദനങ്ങളും അങ്ങേക്ക് വ്യക്തിപരമായും ലീഗിൻ്റെ പദവിയിൽ നിൽക്കുമ്പോഴും. ഒരു കാര്യം കൂടി, നമ്മുടെ ഒരുപാട് ഫ്ലെക്സുകളൊക്കെ ഇരുന്നുണ്ട്. വി ഡി സതീശൻ, അതേപോലെ KC, RC എന്നൊക്കെ പറഞ്ഞ ഫ്ലെക്സുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങേക്ക് എന്താ തോന്നുന്നത്? ഞാൻ എല്ലാവരും വളരെ സൗഹൃദമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അത് പിന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ആ പാർട്ടിക്ക് കഴിയും. കാരണം അവർ ദേശീയ തലത്തിലും സംസ്ഥാനങ്ങളിലും എന്തെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ വരും, അത് വന്ന് എല്ലാം സൗഹൃദമായി തീരും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, താങ്ക് യു. എല്ലാവിധ ആശംസകളും.